ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണുന്നത് വീഡിയോ വയനാട് ജില്ലയിലുള്ള സുൽത്താൻ ബത്തേരിയിലെ ജെയിൻ ടെമ്പിളിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ബത്തേരി ഭാഗത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാകും. ചില പേര് ഇവിടെ താമസക്കാരുണ്ടാകും. പിന്നെ പുറം നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകളൊക്കെ വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ചില വഴി കോഴിക്കോട് അങ്ങനെ വരുന്ന ഇതുണ്ട്, മാർഗമുണ്ട് നമ്മൾ ബത്തേരിയിലേക്ക്. താമരശ്ശേരി ചുരം വഴി അങ്ങനെ കയറി വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ വഴിക്കടവ് ജില്ലയിൽ നിന്ന് അങ്ങനെ വന്ന് തമിഴ്നാട് ബോർഡർ നാടുകാണിയിൽ നിന്ന് അങ്ങനെ ഉള്ളിലേക്കും ബത്തേരിയിലേക്ക് വരാം. അങ്ങനെ പുറത്തുള്ള ജില്ലകളിൽ നിന്നും പിന്നെ തൊട്ടടുത്ത തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഇവിടെ ബത്തേരി. കാരണം ഒരുപാട് കാഴ്ചകളും ഒക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് ഇതേപോലെയുള്ള ഈ ടെമ്പിള്, അതുപോലെ മലകൾ, പിന്നെ മ്യൂസിയം, അതുപോലുള്ള ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും സ്റ്റഡി ടൂർ എന്ന പേരിൽ ചിലപ്പം ഇങ്ങോട്ടൊക്കെ വന്ന് ഈ ഭാഗങ്ങളിലൊക്കെ സന്ദർശിച്ച് പോകാറുണ്ട്. അതിൽ ഈ ഭാഗത്ത് ബത്തേരി ടൗണിന് കുറച്ച് മേലെ ഭാഗത്തായിട്ട് കാണപ്പെടുന്നൊരു സ്ഥലമാണ് ഈ ജെയിൻ ടെമ്പിള്. ഒരുപാട് ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ് വിസിറ്റിങ്ങിന്. കുറച്ച് കാലം മുമ്പൊക്കെ നല്ല ആളുകളും അതുപോലെ ഒരുപാട് നല്ലൊരു നോട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ വളരെ നല്ലതിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിരുന്ന സ്ഥലമാണത്. ഇപ്പോൾ വിസിറ്റേഴ്സും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിനിങ് അവർ നടത്തുന്നുണ്ട്. ആളുകൾ ഉള്ളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. എൻട്രി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരാളവിടെ ഇരിക്കുന്നുണ്ടാവും. ഉള്ളിൻ്റെ അടുത്ത് എന്തെങ്കിലും പേര് നോട്ട് ചെയ്തിട്ട് ഇത്ര മിനിറ്റാണ്, 5 മിനിറ്റ് 10 മിനിറ്റ് ഈ ടൈം നമ്മളവിടെ നോട്ട് ചെയ്തിട്ട് ഉള്ളിൽ കയറാം. ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട് കയറി ജസ്റ്റ് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കണ്ട് വരാം. അവിടെ കയറിയാൽ പിന്നെ പെട്ടെന്നൊന്നും വരാൻ തോന്നില്ല, അങ്ങനെ ഇരുന്ന് പോവും. അത്രയും മനോഹരമായിട്ടാണ് അവിടുത്തെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. കല്ലുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇത്രയും ഷേപ്പിൽ കൊത്തിവെച്ച് ഒരു ടെമ്പിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ പിന്നീട് പ്രവർത്തിച്ചവരെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയില്ല അവരുടെ കഴിവിനെ. ഇപ്പോഴുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ട് പോലും നമുക്ക് ഇത്ര ഒരു അടിപൊളിയായിട്ടൊരു കല്ല് കൊണ്ടൊക്കെ നിർമ്മിക്കാൻ പ്രയാസമുള്ള കാലത്ത് ആ സമയത്ത് വെറും കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണിത്. ചുറ്റുഭാഗം ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ പൊളിഞ്ഞ്, ചില ഭാഗത്തിൻ്റെ മേൽക്കൂരകളൊക്കെ പൊളിഞ്ഞ് ഇടിഞ്ഞ് പോയി നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് അതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ചെറിയ അതിൻ്റെ ഉള്ളിൽ ഭാഗത്തേക്ക് ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗത്ത് തുറക്കാറില്ല, അത് എപ്പോഴും ഡിറ്റൈൻ ആയിരിക്കും ഉണ്ടാകുക. പക്ഷെ അതിൻ്റെ ഭാഗത്തുകൂടെ പോയിരിക്കാം. അതൊക്കെ നമുക്ക് കണ്ട് ചുറ്റി നിൽക്കാം. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കപ്പിൾസാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കൂടെ അധികമായിട്ട് കാണപ്പെടുന്നത്. അവരൊരു മൂലക്ക് ഇരിക്കുന്ന ഒരുപാട് ടീംസ് ഇവിടെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ വർക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളെ മൈസൂർ പാലസിൻ്റെ ഒക്കെ ഒരു ടച്ച് ഉള്ള പോലെയാണ് അതിൻ്റെ തൂണുകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത്.